സ്പേസ് എക്സ് ക്രൂ 10 സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയിരിക്കുന്നു. പുതിയ സംഘം ബഹിരാകാശ നിലയത്തിനകത്തേക്ക് കയറുന്ന തത്സമയ ദൃശ്യങ്ങളാണ് വരുന്നത്. അരുൺ രാജ് വിശദാംശങ്ങൾ നൽകും. അരുൺ, ശീതൽ ക്രൂ 10 സംഘം ഇതാ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്ക് അവർ തങ്ങളുടെ മുൻഗാമികളെ ഗ്രീറ്റ് ചെയ്യുകയാണ്. അവർ പരസ്പരം സന്തോഷം പങ്കുവയ്ക്കുന്നു. സുനിത വില്യംസ് അടക്കമുള്ളവർ തങ്ങളുടെ പകരക്കാരെ എത്തിയ സംഘത്തെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഇപ്പോൾ ലൈവായി കാണാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തത്സമയ വീഡിയോ ഫീഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചുമതല കൈമാറ്റമാണ്. ചുമതല കൈമാറ്റത്തിന്റെ ഭാഗമായ ചില രസകരമായ നിമിഷങ്ങൾ നമുക്ക് അടുത്ത നിമിഷം കാണാൻ പറ്റും. എന്തായാലും 4 പേരടങ്ങിയ ക്രൂ 10 സംഘം ഇപ്പോൾ ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാസയുടെ ആൻ മെക്ലെയിൻ, നിക്കോൾ അയേഴ്സ് എന്നിവരും ജപ്പാന്റെ തക്കുയ ഒനീഷി, റഷ്യയുടെ കിറിൽ പെസ്കോവ് എന്നിവരാണ് ഡ്രാഗൺ എൻഡ്യൂറൻസ് പേടകത്തിൽ ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയിരിക്കുന്നത്. അവർ കൺട്രോൾ സെന്ററുമായി ഇപ്പോൾ വേവ് ചെയ്യുന്നതൊക്കെ കാണാം. എന്തായാലും സംഘം എത്തിയിരിക്കുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 11 പേർ, റഷ്യയുടെ പേടകത്തിൽ ചെന്ന 3 പേർ, ക്രൂ 9 സംഘത്തിന്റെ ഭാഗമായ 4 പേർ, ക്രൂ 10 സംഘത്തിന്റെ ഭാഗമായ 4 പേർ, ഇപ്പോൾ 11 പേർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിൽക്കുന്നു. 19-ാം തീയതി സുനിത വില്യംസും സംഘം മടങ്ങുന്നതോടെ 7 പേർ എന്ന സ്റ്റാൻഡേർഡ് കണക്കിലേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ സംഘം മാറും. ഇപ്പോൾ സാധാരണ എടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു പതിവുണ്ട്. പുതിയ സംഘം നിലയത്തിൽ എത്തിയ ഉടനെ തന്നെ ആ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ് സാധ്യതകൾ അവരോട് തയ്യാറാക്കിയിരിക്കുകയാണ്. അവർ ആ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. എന്തായാലും ഇനി മടക്കത്തിന് അധികം സമയം